ഒന്നും അവലക്ഷണമല്ല, തെറിക്ക് ഒരു കുറവുണ്ടാവൂല. ഒന്ന് തീർക്കത്. ദേവി മഹാമായേ, എന്തൊരാപത്ത് കൂടാണ്ട് ഭംഗിയായിട്ടെല്ലാം തീരണേ. തുറക്കണോ? പാലിക്കല്ലേ? ദേവി ഭഗവതി, എന്നെങ്കിലും റേഞ്ച് ഉണ്ടാവണേ. നാട്ടുകാരുടെ തെറി കേൾക്കാനായിട്ട് വരുത്തരുതേ. ഫോൺ ചെയ്തോട്ടെ. ആ സുധീറിന്റെ വരല് നോക്കാല്ലേ? ആ ഇനി നമ്പർ അടിച്ച് ARD. സാധനം വന്നല്ല. അതല്ല, ഇന്നലെ ഉണ്ടാഞ്ഞോണ്ടേ ഇന്ന് ഫുൾ റേഞ്ചാണ്. ഇന്ന് തകർക്കാം. ഈ സമയത്ത് ഒരെണ്ണം കയറി വരണ്ടോക്ക്. ആ ഇന്ന് ആർക്കും അരി വേണ്ട. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങോട്ട് വരും കുതിര കയറാൻ. എടാ കൈനീട്ടം വിറ്ററില്ലടാ, അതിന് മുമ്പ് മണക്കാൻ വന്നേക്കാണ്. ഒന്ന് കാണിച്ചു കൊടുക്കാണ്. എടാ വല്ല മരുന്നും മേടിച്ച് കഴിക്കടാ, ഇതെന്തോ അസുഖമാണ്. റേഷനരി മണത്തണം. അങ്ങനെ പോരാ പോരാ, പവർ പോരാ, കഴിഞ്ഞ ആഴ്ച എത്ര പോരാ, എങ്ങനെ പോരാ? ഇനി വരാണ്ട ഒരെണ്ണം പൊട്ടിക്കാണ്ട്. പൊട്ടിക്കാണ്ടല്ലേ? അത് മണത്താൻ നോക്കും. അത് സമാധാനം. എന്തൊരു ജമ്മാടത്! ഈ കള്ളിന്റെ കഞ്ചാവിന്റെ ഒക്കെ മണം ഇഷ്ടപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ റേഷനരി മണത്തിൽ ജീവിക്കുന്ന ഒരു ജമ്മ. അത് അവന്റെ ഒരു ലഹരിയാണെന്ന്. എന്ത് ചെയ്യാനാണ്? നമുക്കൊരു സഹായമാണ് അവൻ വന്നാലേ. അച്ഛനവിടാ? അച്ഛൻ കിടപ്പിലാണ്. ഇന്നലെ വൈകുന്നേരം കൂടി കണ്ടാണ്ട. അല്ല അച്ഛന് കുഴപ്പം പറ്റി കിടപ്പല്ല, രാവിലെ തന്നെ അടിച്ച് മൂത്ത് കിടപ്പ. അത് സ്ഥിരമുള്ള പരിപാടിയല്ലേ. ഇച്ചിരി പണിത്തരം ഉണ്ട്. ആ വിരലൊക്കെ ഒന്ന് തുടച്ചു നോക്ക്. കൈ വെച്ച നോക്കി കുത്തത്. പ്രഭാകരൻ എന്നല്ല എന്റെ പേര്. പേര് മാറി കുത്തിയടാ. ക്യാൻസൽ ചെയ്യ്. റെഡിൽ കുത്തിക്ക മാറ്. ഇനി രണ്ടാമത് എൻട്രി ചെയ്തേ. അത് തള്ളി അകത്തോട്ട് നോക്കല്ലേ, പതുക്കെ വെച്ചാൽ മതി. ഓക്കെയല്ലോ. എന്താ വേണ്ടതില്? 20 കിലോ അരിയുണ്ട്, 5 കിലോ ഗോതമ്പുണ്ട്. എല്ലാം വേണം. സഞ്ചി കൊടുത്തുണ്ടാ? സഞ്ചി ഒന്നും ഒരു 10 കിലോ അരി കൊണ്ടേക്കോ. 10 രൂപ. 10 രൂപ എടുക്കണ കുട്ടിയെ. എന്തിന്? അരിക്ക് ഫ്രീ അല്ലേ? 10 എന്ത് ചെയ്യണം? ഇപ്പൊ 1 ഉറുപ്പ്യാണ് അരിക്ക്. ഇപ്പൊ വെറുതെ കിട്ടില്ല. സുഖമായിട്ട് ഇത്ര നാളിത് ഫ്രീ ആയിട്ട് ഇട്ടിക്കൊണ്ടിരുന്ന അരിയല്ലേ? ഇത് BPL കാർഡല്ലേ? അതെ. ആ ഇതിനിപ്പോ 1 രൂപ വെച്ച് വേണം 1 കിലോ അരിക്ക്. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പത്രത്തിലുണ്ടായല്ലോ. അതെ, ഈ മിഷ്യം വന്നതിന്റെ ശേഷം ഇപ്പൊ 1 ഉറുപ്പ്യ വേണം. മഞ്ഞക്കാട്ടിൽ അരിക്ക് മാത്രമേ കാശില്ലാത്തുള്ളൂ. മനസ്സിലായ? സുഖദേട്ടന് ഇപ്പൊ മിഷ്യം വാങ്ങിച്ചത് ഞാൻ കാശിന് എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊരു കഷ്ടം നോക്കി നോക്ക്. 1 രൂപയുടെ അരി മേടിക്കാൻ 10 രൂപ തരാനില്ല എന്നായി പറഞ്ഞു. 10 രൂപ കൊടുത്തേ. 10 രൂപ കടം കൊടുക്കും. ആര്? ഞാൻ 10 രൂപ കടം കൊടുത്ത് അരിയും കൊടുക്കണം. മിണ്ടാതെ പോയിക്കോടുന്നു. മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് 10 രൂപ എടുത്തുണ്ടോ? അരി ഇവിടെ ഉണ്ടല്ലോ, ചാക്കിലുണ്ടല്ലോ. അരി തന്നൂടെ? ഞാൻ പൈസ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണട്ടാ. കൈ നട്ടാണ്, അതുകൊണ്ടാണ് കൊടുക്കുന്ന. ശരിയാണ്. ഒരു അറിയിപ്പില്ലാണ്ട് ഇപ്പൊ കാശ് കൂട്ടിയാണ്. മോനെ, ഈ കൂട്ടിയ കാശ് എന്ന് പറയണത് 1 രൂപയല്ലേ? അല്ല നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇല്ലെങ്കിലോ? ഈ അരി വെറുതെ കിട്ടില്ലല്ലോ. ആരെങ്കിലൊക്കെ അധ്വാനിച്ചുണ്ടാക്കണല്ലേ. കൊണ്ടന്നോട്ടാ 10. എന്റെ ഉണ്ണി ഒന്ന് വെറുതെ ഉണ്ണി ഒന്ന് ഞാൻ ഈ അരി നിന്ന് പിത്തം പിടിക്കുന്നത് കൊണ്ട് കേട്ടോ. അച്ചക്ക് തന്നെ തിന്നാ. മറിമായം.